നമസ്കാരം. സോഷ്യൽ മീഡിയയിലെ റീച്ചും ലൈക്കുകളും കൂട്ടാൻ വേണ്ടി സാധാരണക്കാരനായ ഒരു ഓട്ടോ തൊഴിലാളിയുടെ അന്തസ്സും ജീവിതമാർഗവും തല്ലിക്കെടുത്തിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫസ്മിന സാക്കിറിനെതിരെ കടുത്ത ജനരോഷമുയരുന്നു. വിവാദ യൂട്യൂബർ തൊപ്പിയുടെ മുൻ സുഹൃത്തായ ഫസ്മിന സവാരി വിളിച്ച ഓട്ടോക്കാരൻ മദ്യപിച്ചിട്ടുണ്ടെന്ന വ്യാജ ആരോപണവുമായി പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായി മാറിയിരുന്നു. കളി കൈവിട്ടു പോയെന്നും തനിക്കെതിരെ നിയമക്കുരുക്ക് മുറുകുമെന്നും മനസ്സിലായതോടെ യുവതി പെട്ടെന്ന് തന്നെ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഈ വീഡിയോ പിൻവലിക്കുകയും അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി മാറ്റുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ വേണ്ടി ഫസ്മിന സാക്കിർ പങ്കുവച്ച വീഡിയോയിൽ തനിക്കൊരു പ്രത്യേക സ്ഥലത്തേക്ക് പോകണമെന്ന് ഓട്ടോ ഡ്രൈവറോട് ആവശ്യപ്പെടുന്നത് കാണാം. ആ സ്ഥലം കൃത്യമായി അറിയില്ലെന്ന് ഡ്രൈവർ പറഞ്ഞതോടെ പ്രശസ്തമായ സ്റ്റുഡിയോ വസ്ത്ര വ്യാപാരശാലയുടെ അടുത്താക്കാൻ യുവതി ആവശ്യപ്പെട്ടു. എന്നാൽ സാധാരണക്കാരനായ ആ ഓട്ടോ ഡ്രൈവർ സ്റ്റുഡിയോ എന്ന വാക്ക് കേട്ടത് സ്റ്റുഡിയോ എന്നാണ്. സ്റ്റുഡിയോ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാത്തതിനാൽ ഒരുപാട് സ്റ്റുഡിയോ ഉണ്ടല്ലോ മോളെ, അതിലേത് സ്റ്റുഡിയോ ആണെന്ന് അദ്ദേഹം തിരികെ ചോദിച്ചു. ഇത് കേട്ടയുടൻ അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നും മദ്യപിച്ചാൽ വീട്ടിലിരുന്നൂടെ എന്നും അധിക്ഷേപിച്ചാണ് യുവതി വീഡിയോ ചിത്രീകരിച്ച് അപകീർത്തികരമായ രീതിയിൽ പ്രചരിപ്പിച്ചത്. തന്നോട് മദ്യപിച്ച് അപമര്യാദയായി പെരുമാറി എന്ന വൻ ആരോപണത്തോടെയാണ് ഫസ്മിന ഈ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. സംഭവം വലിയ രീതിയിൽ വൈറലായതോടെ ഈ സാധാരണക്കാരന്റെ ജീവിതം അപ്പാടെ വഴിമുട്ടി. എന്നാൽ ഒരു പ്രമുഖ യൂട്യൂബർ ഈ ഓട്ടോ ഡ്രൈവറെ നേരിട്ട് കണ്ടെത്തുകയും അദ്ദേഹത്തിന് പറയാനുള്ള കൃത്യമായ മറുപടി ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെയാണ് ഇൻഫ്ലുവൻസറുടെ കള്ളത്തരം പൊളിഞ്ഞത്. ഇതോടെ മറ്റ് വ്ളോഗർമാരും സോഷ്യൽ മീഡിയ ലോകവും ഒരേ സ്വരത്തിൽ ഫസ്മിന സാക്കിറിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തുകയായിരുന്നു. താൻ ജീവിതത്തിൽ മദ്യപിക്കാറില്ലെന്നും മദ്യപിക്കുന്ന ആളാണെന്ന് തെളിയിച്ചാൽ തന്റെ ഓട്ടോറിക്ഷയും ഒപ്പം 1 ലക്ഷം രൂപയും തരാൻ തയ്യാറാണെന്നാണ് ഓട്ടോ ഡ്രൈവർ ഫസ്മിനെ പരസ്യമായി വെല്ലുവിളിച്ചത്. ഈ പെൺകുട്ടി വീഡിയോ ഇട്ടതിൽ പിന്നെ തനിക്ക് ഒരു ഓട്ടം പോലും കിട്ടുന്നില്ലെന്നും കടുത്ത മാനസിക വിഷമത്തിലാണ് താനെന്നും അദ്ദേഹം സങ്കടത്തോടെ പറയുന്നു. താൻ വലിയ തുക കടമെടുത്ത് വാങ്ങിയ വണ്ടിയാണിതെന്നും നാട്ടിലെ കുട്ടികളും സ്ഥിരം യാത്രക്കാരും താൻ വലിയൊരു മദ്യപാനിയാണെന്ന് കരുതി വണ്ടിയിൽ കയറാൻ മടിക്കുകയാണെന്നും അദ്ദേഹം സങ്കടത്തോടെ പറയുന്നുണ്ട്. സ്റ്റുഡിയോ എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും സ്റ്റുഡിയോ എന്ന് കരുതി തിരിച്ചു ചോദിച്ചതിനെയാണ് അവർ ഇത്ര വലിയ ക്രൂരതയാക്കി മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. വഴിയിൽ വെച്ചുണ്ടായ കടുത്ത വെയിലും ശാരീരിക അസ്വസ്ഥതയും കാരണമുണ്ടായ ക്ഷീണത്തെയാണ് യുവതി മദ്യപാനം എന്ന് ചിത്രീകരിച്ച് സമൂഹമാധ്യമത്തിൽ തന്നെ അപമാനിച്ചതെന്ന് ഡ്രൈവർ കണ്ണീരോടെ പറയുന്നു. പെട്ടെന്ന് എനിക്ക് തലയ്ക്കൊരു പെരുപ്പും നെഞ്ചിലൊരു വല്ലാത്ത ഭാരവും തോന്നി. കാലിനൊന്നും ഒരു ഉറപ്പുമില്ലായിരുന്നു. വണ്ടി റോഡരികിൽ ഒതുക്കി നിർത്തി ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ മദ്യപിച്ചിട്ടില്ല. എനിക്ക് വയ്യാഞ്ഞിട്ടാണെന്ന് അവരോട് പറയാൻ നോക്കിയത്. പക്ഷേ എനിക്കൊന്നും വ്യക്തമായി സംസാരിക്കാൻ പറ്റില്ല. ഇതാണ് താൻ കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണെന്ന് പറഞ്ഞ് അവർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇട്ടത്. തൻ്റെ വീട്ടിൽ പ്രായമായ അമ്മയും ഭാര്യയും പിള്ളേരും ഉള്ളതാണെന്നും ഈ വണ്ടി ഓടിച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് തൻ്റെ കുടുംബം ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ഈ സാധാരണ തൊഴിലാളി കരയുന്ന ദൃശ്യങ്ങൾ കണ്ടതോടെയാണ് സൈബർ ലോകം ഇൻഫ്ലുവൻസർക്കെതിരെ തിരിഞ്ഞത്. ഒരൊറ്റ വീഡിയോ കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ ഇല്ലാതാക്കിയ ഇവർക്ക് ഇപ്പോൾ എന്ത് കിട്ടിയെന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാതെ തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ഈ സാധാരണക്കാരൻ അപേക്ഷിക്കുന്നത്. ഫസ്മിന വീഡിയോ പിൻവലിച്ചെങ്കിലും ചെയ്ത ക്രൂരതയ്ക്ക് അത് പകരമാകുന്നില്ല എന്ന വിമർശനവും ഇക്കൂട്ടത്തിൽ ഉയരുന്നു. വസ്തുതകൾ കൃത്യമായി അന്വേഷിക്കാതെയും മനുഷ്യത്വമില്ലാതെയും വെറും കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഒരു പാവപ്പെട്ടന്റെ നെഞ്ചത്ത് ചവിട്ടുന്ന ഇത്തരം ഇൻഫ്ലുവൻസർമാർക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. സൈബർ ഇടങ്ങളിൽ വ്യക്തിഹത്യ നടത്തുകയും ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുകയും ചെയ്തതിന് ഇൻഫ്ലുവൻസർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ പോലീസ് അടിയന്തരമായി പരിശോധന നടത്തണമെന്നും ആവശ്യമുയർന്നു.